ഹായ് ഗൈസ്, നമ്മുടെ താനൂസിൽ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. എന്ത് ബിരിയാണിയെന്ന് അറിയണ്ടേ? നമ്മുടെ കൊഞ്ച് ബിരിയാണി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാൻ പറ്റത്തില്ല, അതേ കണക്കാണ്. അപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടി കൊഞ്ചാണ് കേട്ടോ. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട്, ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, 1 സ്പൂൺ മുളക് പൊടി ഇട്ട്, 1/2 സ്പൂൺ കുരുമുളകും ഇട്ട്, ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മാറ്റി ആദ്യമേ അങ്ങ് വെക്കുക. ഫസ്റ്റ് പരിപാടി അതാണ്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് തന്നെ ഒരു 1/4 സ്പൂൺ അടുപ്പിച്ച് നമ്മുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സവാള ഗ്രേറ്റ് ചെയ്തും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മുടെ മുന്തിരിങ്ങയും പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ച് ഇതാണ്ട് ഇതേണൊക്കെ വറുത്ത് കോരി എടുത്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ എണ്ണ ഇത്രയും നമുക്ക് വേണ്ട, അതുകൊണ്ട് കുറച്ച് ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഓയിലിലേക്ക് ഒരു 2 സവാള ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഓയിലിന് ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഇത്തിരി കുരുമുളക് പൊടി ഇട്ട്, അതായത് ഒരു പിഞ്ചിട്ട് മതി കേട്ടോ, 1 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പച്ച മണമൊക്കെ മാറുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമ്മുടെ ഈ ഒരു അരപ്പ് നല്ലതുപോലെ തിളച്ച് കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കൊഞ്ചിട്ട് കൊടുത്ത് അടച്ച് വെക്കുക. നമുക്ക് വേണ്ട ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തട്ടോ. 1 കപ്പ് അരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കി സെറ്റാക്കി വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു ഓയിലിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ മിക്സ് ചെയ്ത് വേണം കേട്ടോ ഒഴിക്കാൻ. അതിലേക്ക് നമ്മുടെ പട്ടയും തക്കോലും കുരുമുളകും ഗ്രാമ്പും ഏലക്കയും പിന്നെ കുറച്ച് വയനയിലയും പിന്നെ നമ്മുടെ പെരുംജീരകവും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളച്ച് വെള്ളം വരുന്ന സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പിലേക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കുക. നമ്മുടെ നേരത്തെ തിളച്ച് വന്ന ആ വെള്ളത്തിലേക്ക് നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ സെറ്റായി കിട്ടും. ഈ സമയത്ത് നമ്മുടെ അരപ്പ് റെഡിയാവണം കേട്ടോ. ഇതാണ്ട് 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് റെഡിയായി നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചോറിനകത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അരപ്പ് നാണ്ട് ഈ ഒരു പാകത്തിന് കുഴഞ്ഞ് കിട്ടുന്ന ഈ ഒരു പാകമായി തന്നെ കിട്ടണം, വെള്ളം പാടില്ല, ഈ രീതിയിൽ കിട്ടണം. ഇതിലേക്ക് നമ്മുടെ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചോറെല്ലാം ഇട്ട് കൊടുത്ത് നമ്മുടെ ചോറ് നല്ലതുപോലെ നേരത്തെ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് നിരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് നമ്മൾ വറുത്ത് കോരി ഫസ്റ്റ് വെച്ച ആ ഒരു ഗാർണിഷ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ആ ഒരു ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി നമ്മുടെ മല്ലിയിലയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ ബാക്കി വന്ന ചോറും കൂടി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ഈ സംഭവം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പറയുക, നമ്മുടെ ആ മല്ലിയിലയും അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ സെപ്പറേറ്റ് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് നമ്മുടെ ആ ഒരു ബാക്കിയുള്ള ഗാർണിഷ് ചെയ്യാനുള്ള എല്ലാം ഇട്ട് കൊടുത്ത് അടിപൊളിയാക്കി അങ്ങ് സെറ്റാക്കി അങ്ങ് എടുക്കണം കേട്ടോ. അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല, അതേ കണക്ക് ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ അരപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഇളക്കാവൂ. ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ വീട്ടിൽ നമ്മളെ കൊഞ്ച് കിട്ടുക ഒരു കാരണവശാലും നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, അപ്പോഴേ നോക്കിക്കോണം ബിരിയാണി കേട്ടോ.